നിലവിൽ അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് ആശുപത്രി എന്ത് പറയുന്നു? ഇന്നലെ ഉണ്ടായ നമുക്കറിയാം, ഇത്രയും പുതിയൊരു കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം പോലെയാണ്. അവിടുത്തെ വലിയ അപകടങ്ങളിലേക്ക് പോകാത്ത എന്തോ ഭാഗ്യമെന്നേ നമുക്ക് പറയാൻ കഴിയൂ. അത്രയും ഗുരുതരമായൊരു സങ്കീർണമായ സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം മറ്റിടങ്ങളിൽ സ്വാഭാവികമെന്ന നിലയ്ക്ക് നടക്കുന്നുണ്ടോ? നേരത്തെ ഇംതിയാസ് സൂചിപ്പിച്ചിരുന്നു, ഇപ്പോഴും ആളുകൾ കാഷ്വാലിറ്റി ഇത് അറിയാതെ പുതിയ സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്ന്. അപ്പോൾ അവരെ ഇത് അറിയിക്കുക, പഴയ സ്ഥലത്തേക്ക് തിരിച്ചുവിടാൻ അങ്ങനെയുള്ള ഒരു സാങ്കേതികമായ ഒരു സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ടോ? ദിവിഷ്, ഇവിടെ ഇന്നലെ ഈ പുക ഉണ്ടായ സംഭവമുണ്ടായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റിയിലേക്ക് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇംതിയാസ് സൂചിപ്പിച്ചതുപോലെ അല്പം മുമ്പും ഒരു ആംബുലൻസ് എത്തിയിരുന്നു, രോഗിയുമായി എത്തിയിരുന്നു. ഇന്നലെ നടന്ന സംഭവം അറിയാതെ എത്തിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തി അവർ തിരിച്ചു പോയിരിക്കുകയാണ്, ബീച്ച് ആശുപത്രിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവിടെ കാഷ്വാലിറ്റി പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയാണ് ഇപ്പോൾ കാഷ്വാലിറ്റിയായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബീച്ച് ജനറൽ ആശുപത്രിയിൽ അങ്ങനെ വിപുലമായ കാഷ്വാലിറ്റി ആളുകളെ അഡ്മിറ്റ് ചെയ്യാനോ പ്രവേശിപ്പിക്കാനോ പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് ഇവിടെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് ദിനംപ്രതി ഏകദേശം 2000-ഓളം ആളുകളാണ് ഈ രോഗികളായി എത്തിക്കൊണ്ടിരുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ശരാശരി കണക്ക്. അത്രയും പേര് ഇവിടെ സ്വാഭാവികമായും മെഡിക്കൽ കോളേജ് ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതിനുള്ള സംവിധാനം ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ താൽക്കാലിക കാഷ്വാലിറ്റി സംവിധാനം തുറക്കേണ്ടതുണ്ട്. ഇന്നലെ അത് രാത്രി തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തുറക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അതിനുള്ള നടപടികളാകുന്നേ ഉള്ളൂ. അത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈകാതെ തന്നെ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ തന്നെ തുറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരമൊരു നടപടി അടിയന്തരമായി എടുക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ മരണകാരണം എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചതായിട്ടുള്ളത്. അതിൽ ഈ പശ്ചിമബംഗാൾ സ്വദേശിയായ ഒരു ഗംഗ അവർ ആത്മഹത്യ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്നാണ് ഈ സജിത്ത് പ്രിൻസിപ്പൽ ഇക്കാര്യം ഇന്നലെ വിശദീകരിച്ചത്. പക്ഷേ അതുൾപ്പെടെയുള്ള എല്ലാ മരണങ്ങളും 5 കേസുകളായി രജിസ്റ്റർ ചെയ്ത് എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് തീരുമാനം എന്നുള്ളതാണ്. അതിൽ വയനാട് സ്വദേശിയായ നസീറ അവർ വെന്റിലേറ്ററിലായിരുന്നില്ല, പുറത്തായിരുന്നു. ഈ സിദ്ദീഖൊക്കെ പറയുന്നു അവർ റിക്കവറി സ്റ്റേജിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അവരുടെ ബന്ധുക്കളും പറഞ്ഞത് ഇവിടെ നിന്നും ഈ കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്ക് മാറ്റി മറ്റ് താൽക്കാലിക മെഡിക്കൽ കോളേജിനെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് അവർ തന്നെ ബന്ധുക്കൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. പല സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? അത് ഗൗരവതരമാണ്. മരണകാരണം ഈ അപകടമാണോ എന്ന സംശയം ബലപ്പെടുന്നുമുണ്ട്.